ഞങ്ങളൊരു പൊതിച്ചോറ് വെക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിനുവേണ്ടി ഇതേ അവിയൽ എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി അപ്പം നമുക്ക് ബാക്കിയുള്ളതുകൂടെ ഒന്ന് കാണാം. പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുന്ന ഓർമ്മകളും ഒക്കെ വന്നപ്പോഴൊരു പൊതിച്ചോറ് കഴിക്കണമെന്ന് തോന്നി. അപ്പം നമുക്ക് അതൊന്ന് കാണാം. അപ്പം നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് ഇതേ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഇതേ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മെഴുക്കുവരട്ടി, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ ദേ മത്തി ഇത് വറക്കാമെന്ന് വെച്ചാൽ. ഇപ്പം മെഴുക്കുവരട്ടി ഇതേ അടുപ്പയിലോട്ടിടുക. അപ്പോൾ അവിയലിൻ്റെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് അരപ്പൊക്കെ ചേർക്കാം. അരപ്പ് ചേർത്ത് അതുമൊക്കെ ആയി. ഇനി മീനും കൂടെ അങ്ങ് വറുത്ത് അത് കഴിഞ്ഞാൽ പിന്നെ മുട്ടയും കൂടെ പൊരിച്ചാൽ മതി നമുക്ക്. അവിയലും മെഴുക്കുവരട്ടി എല്ലാം ആയിട്ടുണ്ട്. ഇപ്പം അതേ അവിയലായിട്ടുണ്ട്. മീൻ വറുത്തതായി, ചമ്മന്തിയായി. അതിൻ്റെ ഒപ്പം തന്നെ ചമ്മന്തി ഉണ്ടാക്കി, മെഴുക്കുവരട്ടി. ഈ മുട്ട പൊരിക്കാൻ പോവാം. ചമ്മന്തി, മുട്ടയും അവിയലും എല്ലാം കൂടെ പൊതിച്ചോറിനകത്ത് വരുമ്പം തന്നെ നല്ലൊരു ടേസ്റ്റാകും. ഇനിയിപ്പം നമുക്ക് പൊതി കെട്ടാം. ഇപ്പം പൊതിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇലയിലോട്ടെല്ലാം എടുക്കാം. അപ്പം ദേ ചമ്മന്തി, അവിയൽ, അച്ചാറെടുത്തിട്ടുണ്ട്. മുട്ടയും കൂടെ വെച്ചാൽ മതി. മീനെ നമ്മൾ വേറൊരു ഇലക്കകത്താണ് പൊതിഞ്ഞെടുത്തത്. ഇല വാട്ടിയിട്ട് അതിനകത്ത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ എല്ലാം കൂടി ഇരിക്കുന്ന കാണാൻ. നമ്മൾ സാധാരണ യാത്ര പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. എന്നിട്ട് എവിടെയെങ്കിലും നമ്മൾ പായൊക്കെ വിരിച്ച് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. അപ്പം നമുക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാനും തോന്നും. അങ്ങനെ എല്ലാവരും കൂടെ ഒക്കെ ചേർന്നിരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സുഖം കിട്ടും. ആഹാരത്തിന് നല്ല രുചിയും നമുക്ക് തോന്നും. അല്ലേ? കുറച്ച് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. ഉടനെ കഴിക്കരുത്. അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോവാണ്. ഞങ്ങളോടൊപ്പം ചിഞ്ചു, നിത്യമുണ്ട്, നിത്യയുടെ മോളും ഉണ്ട്. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ്. നമ്മുടെ പണ്ടത്തെ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ പൊതിച്ചോറിൻ്റെ ഓർമ്മ ഉണ്ട്. ഒരു മണമുണ്ട്. ദേ ഞങ്ങൾ കഴിക്കാനായപ്പോൾ രണ്ടുപേരെത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും കൂടെ ഞങ്ങൾ പൊതി റെഡിയാക്കി. തുമ്പി അങ്ങോട്ട് നോക്കുന്നുണ്ട്. ഒരു ചെറിയ ആള് തുമ്പിക്ക് പ്ലേറ്റ് മതിയെന്ന് പറഞ്ഞില്ലേ? തുമ്പിക്കുട്ടിക്ക് പ്ലേറ്റ് മതി. കുഞ്ഞിന് അതേ കഴിക്കാൻ പറ്റും. അതെല്ലാം കൂടെ എടുത്ത് നിങ്ങളെ അതൊന്ന് കാണിക്കാം. എല്ലാം കൂടെ മിക്സായിട്ടുള്ള ആദ്യത്തെ ഒരു പിടിയുണ്ടല്ലേ? ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.